ചിഞ്ചുമോളെ എന്തോ രാവിലെ പരിപാടി? നമ്മള് ഓണത്തിന് വേണ്ടി പുളിയിഞ്ചി ഉണ്ടാക്കുക. ഓക്കെ. ഇതാകുമ്പോഴേ നമുക്കിങ്ങനെ ചോപ്പ് ചെയ്തെടുക്കാൻ മതി. കൃഷി ചെയ്ത് കിട്ടും അല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടി 2025 സെപ്റ്റംബർ 5-ാം തീയതി തിരുവോണത്തിന്റെ അന്ന്. എവിടെ വെച്ച ആഘോഷം? പുതിയ വീട്ടിലാണ് നമ്മുടെ ഈ വർഷത്തെ ഓണാഘോഷം. ഇല്ലേ പാപ്പു? പാപ്പു എന്തൊക്കെ തൈരടിക്കും രാവിലെ അല്ലേ? ഫിനിഷ് ചെയ്ത മോനെ. ഉച്ചയായി, നമ്മള് രാവിലെ ഫുഡൊക്കെ കഴിച്ചു. ഇന്നെന്താ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് 2-ാം തീയതിയാണ്. എനിക്ക് ഇനിയും ഒരു ഇന്ന് തൊട്ട് പ്രിപ്പറേഷൻ ആണ്. ഓണാഘോഷത്തിന്റെ പരിപാടി നമ്മൾ തുടങ്ങുകയാണ്. അതായത് നമ്മള് ഒരു 6-7 കൂട്ടം വെക്കുന്നുണ്ട്, അതുപോലെ തന്നെ അവരും ഒരു 6-7 കൂട്ടം വെക്കുന്നുണ്ട്. അപ്പൊ നമ്മള് എല്ലാം ഷെയറിംഗ് ആണ്, ബ്രിങ് ആൻഡ് ഷെയർ ആണ് പരിപാടി അല്ലേ? ഓക്കെ. മോന്റെ ഇവിടെ ഈ തൈര് ഇരിക്കുന്നല്ലോ. കുട്ടായി രാവിലെ ബിസ്ക്കറ്റ് ഒക്കെ കഴിച്ച് പാലൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ. ദോശയും കഴിച്ചു. ഓക്കെ ഓക്കെ. അപ്പൊ ചിഞ്ചുപോലെ പുളിയിഞ്ചിയിലൊക്കെ ഉണ്ടാക്കാൻ പോവാ അല്ലേ? അതെ. ഓക്കെ. ഇന്ന് 3 സാധനം ഉണ്ടാക്കും. ഓക്കെ. പാപ്പുവിന് പഴം വേണോ? ഓക്കെ, പാപ്പു പോയി പഴം കഴിച്ചോളൂ. പിന്നെ എനിക്ക് ഇനി 2-3 ദിവസം നൈറ്റാ, അപ്പൊ പിന്നെ എല്ലാം കൂടെ സമയം കിട്ടത്തില്ല. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെക്കും. അവിയല് എന്റെ സ്പെഷ്യലാ. അവിയല് ചാനൽ സ്പെഷ്യല്. നമ്മൾ പരിപ്പോര് വെക്കുന്നുണ്ട്, അടപ്രഥമം വെക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഓരോ ദിവസമായിട്ട്, ഇപ്പോഴല്ല, ഇന്നൊന്നും ഇതൊന്നും വെക്കത്തില്ല. 4-ാം തീയതി, കാരണം 5-ാം തീയതി രാവിലെ ഇതൊക്കെ വെക്കാൻ പോസിബിൾ ആണ്. എല്ലാം പിള്ളേരെ വെച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഓരോന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഓണം ആഘോഷിക്കാൻ. പച്ചമുളക്. അപ്പൊ പപ്പ പച്ചമുളക് എടുത്ത് അരിയാൻ പോവാ. അത് എന്തിനാന്ന് ചോദിച്ചാല് നമ്മള് പുളിയിഞ്ചി വെക്കാൻ പോവാ. ഓണപരിപാടിക്ക് പുളിയിഞ്ചിക്ക് നമ്മൾ പച്ചമുളക് അരിയും. ശർക്കര വരട്ടി. ഈ ചെറുതായിട്ട് കഴിഞ്ഞാൽ പോലെ ഇങ്ങനെ കുഞ്ഞതായിട്ട് ശർക്കര വരട്ടി അവര് വെക്കുമെന്നെങ്കിൽ അവര് മേടിക്കും. ചേച്ചി മേടിക്കുമല്ലേ? അപ്പൊ നമ്മളിത് ഇഞ്ചിക്കറിക്ക് വേണ്ടിയുള്ള പച്ചമുളക് അരിയാണ്. പുളിയിഞ്ചി. അത് കഴിഞ്ഞ് നമുക്ക് ഇഞ്ചി താണ്ടിച്ചാൻ ചിരണ്ടി എല്ലാം വെച്ചത്. പിന്നെ നമ്മളെ ഇഞ്ചി പച്ചടി വെക്കും, മധുര പച്ചടി വെക്കും, അതിന് വേണ്ടിയുള്ള. പിന്നെ പാപ്പു, ശർക്കര പുരട്ടി വേറെ എന്തൊക്കെയാ ഓണത്തിനുള്ള? അപ്പൊ നമ്മള് പുതുപുത്തൻ ഉടുപ്പൊക്കെ അണിഞ്ഞ ഈ വർഷത്തെ ഓണാഘോഷം നമ്മുടെ രീതിയിൽ നമ്മൾ ആഘോഷിക്കും അല്ലേ? മോന് പട്ടുപാവാടയുണ്ട്. ശരിയാ. ചിഞ്ചുമോളെ, എന്താ പുളിയിഞ്ചി? എന്തുവാ എത്ര നേരമായി? ഇത് 2 മണിക്കൂറാണോ പുളിയിഞ്ചി വെക്കുന്നത്? എന്ത് ചെയ്യാ സാധനം? എന്ത് കാണിച്ചേ? ചോറ് പാപ്പു കുളിച്ചോ? ഓ, കുട്ടായി കുളിച്ചില്ല. മോൻ എന്തെടുക്കുവാ? പണി ചെയ്യുവാണോ? ഓക്കെ. മോൻ എന്റെ ദൈവമേ, നിങ്ങൾ ഈ കളിപ്പാട്ടൊക്കെ നേരെ വെച്ചേ സൈഡോട്ട് മാറ്റി വെച്ചത് എന്ത് ചെയ്ത്? ആയിക്കോട്ടെ. ഓക്കെ. സോ സൂപ്പർ സൂപ്പർ സൂപ്പർ. പുളിയിഞ്ചി സെറ്റ് ആയല്ലോ. ഇതിനകത്തൊരു പുളിയുണ്ട്, ശർക്കര ഇട്ടുണ്ട്, ചെറിയ മധുരമുണ്ട്. എനിക്കൊന്ന് ടേസ്റ്റ് ചെയ്യണമല്ലോ. റെഡിയാണോ പുളിയിഞ്ചി ടേസ്റ്റ് ചെയ്യാൻ? ഞാൻ പുളിയിഞ്ചി നോക്കിയിരിക്കുവാ. അപ്പൊ മമ്മി പുളിയിഞ്ചി ഉണ്ടാക്കിയ ഓണത്തിന് നമ്മൾ ഓണത്തിന് പുളിയിഞ്ചി കൂട്ടി കഴിക്കും. പുളിയിഞ്ചി ആദ്യം പാപ്പ അടിപൊളി പുളിയിഞ്ചി കേട്ടോ.
ആദ്യം ആ ഒരു മധുരവും പിന്നെ ആ എരിയും ആ ഇഞ്ചിയുടെ ഒക്കെ ഒരു സ്വാദം അടിപൊളി പുളിയിഞ്ചി. നമ്മുടെ നാട്ടിലെ വീട്ടിലൂണ് കിട്ടുമ്പോ നമ്മുടെ നാട്ടിലെ ശാന്തയുടെ വീട്ടിലെ ഊണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നീ കഴിച്ചിട്ടുണ്ടോ ശാന്തയുടെ വീട്ടിലെ ഊണ്? ഞാൻ കഴിച്ചിട്ടില്ല. പണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്. അതേ അവിടെ തരുന്ന ശാന്തയുടെ അതേ പുളിയിഞ്ചി അടിപൊളി. കുട്ടായി ഇങ്ങോട്ട് ഇറങ്ങാണെന്ന് വേണ്ട. സമയം എത്രയാ കുട്ടായി? അത്രേ പൊടി. ആ മോൻ ഇങ്ങോട്ട് ഇറങ്ങി മക്കളെ, ഇങ്ങോട്ട് ഇറങ്ങി കുഞ്ഞുങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങടാ. എല്ലാം മനസ്സിലായി. ഓടി ഇങ്ങോട്ട് ഇറങ്ങടാ കൊച്ചനെ. ബാ അവിടെ കൈ പിടിച്ചു. പാപ്പുവേ എന്താ മക്കളെ എന്താ കഴിക്കുന്നേ? നാളെ ബെക്കി വീവർ വരുന്നുണ്ട്. അപ്പൊ പപ്പ ജ്യൂസ് മേടിച്ചില്ല, ഞാൻ കഴിക്കുവാ. ഓ നാളെ ബെക്കി വരും അല്ലേ? നാളെ ഹോം വിസിറ്റ് മോന്റെ അല്ലേ? ഓ സ്കൂളിൽ അത് റിസപ്ഷനിൽ കയറുന്ന മുന്നായിട്ടുള്ള ഇല്ല ടീച്ചർമാര് മാത്രമേ ഉള്ളൂ അല്ലേ? നാളെ ഹോം വിസിറ്റാ. എനിക്ക് മൊത്തം ടോയ്സ് ഞാൻ അവിടെ കഴിച്ചു. ഇതെന്ത് കഴിക്കുന്ന? എന്തോ സാമ്പാറും പഴം ദോശയും ഇഷ്ടമാണോ? ഭയങ്കര എരിയില്ല, ഇച്ചിരി എരിയില്ല, ബിഗ് എരിയില്ല. ഓക്കെ എനിക്കൊന്ന് വെള്ളം വേണോ? അതിനകത്ത് വെള്ളം ഉണ്ട്, അത് കുടിച്ചു. സഹിച്ചിരിക്കുവാണോ? എന്തോ സഹിക്കാനോ അവന്? ആണോ? കുട്ടയ്ക്ക് ദോശ ഉണ്ടല്ലോ അല്ലേ? കുട്ടയ്ക്ക് ദോശ ഉണ്ടല്ലോ. കുട്ട തലേന്ന് ആട്ടിക്ക്. കുട്ടായി ഇങ്ങോട്ട് നോക്കി തലയാട്ടിക്ക്. ഈച്ച കടിച്ചോ? എത്ര പല്ലുള്ള ഈച്ച? 5ഓ? ഇതിപ്പോ 10 ഉണ്ടല്ലോ. ശരിക്കും എത്ര പല്ലുണ്ട്? 1 2 3 4 5 6 7 8 9 10 11. ഓ അത്രയും പല്ലുണ്ടോ? ശരിക്കും എത്ര പല്ലുണ്ട് ഈച്ചയ്ക്ക്? ബട്ടർഫ്ലൈ ചോദിച്ചു, നിന്റെ കാലിൽ എന്ത് മുറിഞ്ഞ്? അത് ഈച്ച കഴിച്ചത് സാധനം. ഞാൻ സ്പ്രേ അയച്ചു. എന്നിട്ട് ഞാൻ സ്പ്രേ അയച്ചു. എന്നിട്ട് എന്തോ സംശയം. ഇവിടെ എന്ത് കാലല്ല, ഇവിടെ എന്തോ ഒരു സംശയം പോലെ വന്നു അല്ലേ? എന്റെ കൈ മുറിഞ്ഞു. ഓക്കെ എന്റെ അടുത്തോ? എന്റെ അടുത്ത് എപ്പോ ചോദിച്ചു? ഞാൻ ഇന്നലെ എപ്പോ ചോദിച്ചു? ഇന്നലെ എപ്പോ ചോദിച്ചു അപ്പ എടുത്തു? എന്തോ മര്യാദക്ക് ഇരിക്കാൻ ഞാൻ? ഓക്കെ മര്യാദക്ക് ഇരുന്നു. ഞാൻ ഇന്നലെ ഞാൻ പപ്പാനെ വിളിച്ചു. എന്നിട്ട് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് നമുക്ക് പതുക്കെ നാരങ്ങ അച്ചാർ ഒന്ന് ഉണ്ടാക്കണം. ഓണമൊക്കെ അല്ലേ? ഇന്നലെ ചിഞ്ചുമോള് പുളിയിഞ്ചിയൊക്കെ ഉണ്ടാക്കി. പിന്നെ എൻ്റെ പരിപാടിയാണ് നാരങ്ങ അച്ചാർ ഉണ്ടാക്കുക എന്നുള്ളത്. ഓക്കെ അപ്പം നാരങ്ങ നമ്മൾ ഏകദേശം ഒന്ന് ആവിയൊക്കെ കയറ്റി ആ വെള്ളമൊക്കെ തുടച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒരു നാരങ്ങ 4ആയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്ത് കുറച്ച് ഒരു 3 ടേബിൾ സ്പൂണ് മുളക് പൊടിയും അതുപോലെ കുറച്ച് 1 ടേബിൾ സ്പൂണ് ഉലുവാപ്പൊടിയും പിന്നെ നമ്മുടെ കടുക് ഒന്ന് പൊട്ടിച്ചത് മീൻസ് അതിൻ്റെ പൊടിയും കൂടെ ഇത്രയും കൂടെ നമ്മൾ ഒന്നിട്ട് കൊടുക്കുക.
ഇതെല്ലാം കൂടെ ഇതിനകത്തിട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ആവശ്യത്തിനുള്ള ഉപ്പെന്ന് പറഞ്ഞാൽ ഒരു 7 ടേബിൾ സ്പൂൺ വരെ ഇടാം നമുക്ക് ഉപ്പ്. അതായത് ഉപ്പ് അതിനകത്ത് ഇരിക്കും തോറും, നാരങ്ങ അച്ചാർ ഇരിക്കും തോറും അത് കയറി ആ പുളിയെ കയറി പിടിച്ച് സെറ്റ് ആയിക്കോളും. അതുകൊണ്ട് നമ്മൾ നോക്കി ആവശ്യത്തിന് മാത്രം ഉപ്പിട്ട് കൊടുക്കുക. എന്തോ അജിഞ്ചു മോളെ നീ ഇപ്പൊ എഴുന്നേറ്റ് വന്നേ? അല്ലായിരുന്നോ എന്റെ മുടിയൊക്കെ ഇരിക്കുന്നത്? അയ്യോ, ഈ കുട്ടായി ബഹളം വെച്ചായാ? ഈ കുട്ടായിക്ക് എന്താ പ്രശ്നം? ഈ കുട്ടായിക്ക് എന്താ പ്രശ്നം? ഈ കുട്ടായിക്ക് എന്താ പ്രശ്നം? ഈ കുട്ടായിക്ക് എന്തോ പ്രശ്നം എന്തുവാ? നീ വരുന്ന മുന്നേ ഞങ്ങള് കണ്ട് നാരങ്ങ ഞാൻ തിരുമ്മി വെച്ചേക്കുക. ഇനി നാരങ്ങ അച്ചാർ. അതെ അതെ, നാരങ്ങ അച്ചാറിടാൻ വേണ്ടിയാ അതിനുള്ള സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഓ വാവ്, കപ്പ. കപ്പ പുഴുങ്ങിയതും, അതെ അതെ, കപ്പ പുഴുങ്ങിയതും മത്തി വറുത്തതും മത്തി പീര അല്ലേ? ഇഞ്ചോൾ ഉറങ്ങിയാന്നോടി? ഉറങ്ങായിരുന്നു, കുറച്ചേരം ഉറങ്ങി. ആണോ? ഇനിയിപ്പം നാളെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെക്കണം. ഇച്ചാൻ ഒറ്റയ്ക്ക് ഇച്ചാൻ വെക്കുവോ? എനിക്കിനി അവയിലൂടല്ലേ ഉള്ളൂ. അവയിൽ ഞാൻ സെറ്റ് ആക്കിക്കോളാം. ബാക്കി ഇനിയും വെക്കാനുള്ളതെന്ന് പറഞ്ഞാല് പരിപ്പ് കറിയും അതൊക്കെ അല്ലേ ഉള്ളൂ. മുടിയൊന്നും ചെയ്തില്ല. ആണോ? പാപ്പു ആണോ മൊത്തം കൊണ്ടുപോന്നേ? എന്താ പാപ്പു അത്? ഈന്തപ്പഴം ഇഷ്ടാ? കുട്ടായി വരുന്നു ഇപ്പൊ. അല്ല, ഞാൻ അറിഞ്ഞില്ലല്ലോ ഇച്ചായൻ അച്ചാറിടാൻ പഠിച്ച കാര്യം. ഓ, അച്ചാറൊക്കെ നമ്മള് തണുപ്പിച്ച കയ്യാ? പിന്നെ പണ്ട് പോലെ അച്ചാറിടുമല്ലായിരുന്നു. ഇത് ഈന്തപ്പഴം. അതായത് നമ്മൾ ഈന്തപ്പഴവും കൂടി ഇടുന്നുണ്ട് അച്ചാറിനകത്ത്. ഓക്കെ, ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഓക്കെ എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പൊ കഴിച്ചു കഴിച്ചു. എല്ലാം കൂടെ മൂപ്പിച്ചിട്ട് നമ്മള് കുട്ടായി വരുന്നുണ്ട് അടുത്ത ട്രിപ്പിന്. കുട്ടായി എന്നെ വേണം? എല്ലാം കൂടെ എന്നിട്ട് ഇതിനെ അങ്ങോട്ട് ഇടുവോ? ഇത് നമ്മൾ ഇടാൻ പോവാ. നോക്കിക്കോ, മസാല പുരട്ടിട്ട് സാധനം നാരങ്ങയുടെ കൂട്ടത്തിൽ ആ ഒരു ഈന്തപ്പഴം കൂടി വരുമ്പോഴേ ചെറിയൊരു മധുരവും ഉണ്ടാവും. നല്ലായിരിക്കും. നല്ലതാണ്. കഴിച്ചിട്ട് പറയാം. അങ്ങനെ ഹോം മെയ്ഡ് നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇച്ചായ ഇപ്പൊ എന്തുവായി? എന്റെ ഒരു ആ ഒരു ടെൻഷൻ. ഈന്തപ്പഴം ഇടാൻ പോവാ. ഈന്തപ്പഴം ഇടാൻ പോവാ കേട്ടോ. നാരങ്ങ ശേഷം വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈന്തപ്പഴം തട്ടാൻ പോവാ. മധുരിക്കോ? മൊത്തത്തിൽ മധുരിക്കണമല്ലോ. നാരങ്ങയുടെ പുളി ആർക്ക് വേണം? മധുരമല്ലേ വേണ്ടേ? ഇപ്പൊ നോക്കിയ ഇതിപ്പോ നമുക്ക് കഴിക്കാനല്ലേ. അതിനിപ്പോ നമ്മുടെ ഇഷ്ടം പോലെ നമ്മൾ ഉണ്ടാക്കുന്നു. ചിലര് പഞ്ചസാര ആഡ് ചെയ്യുന്നതിനകത്ത് ഇച്ചിരി, കാരണം ഒരു മധുരത്തിന്. ഇതിപ്പോ നമുക്ക് ഇഷ്ടം ഇങ്ങനെ. ഹലോ, ഇത് കുറച്ചുകൂടെ അലിഞ്ഞു ചേരുമല്ലോ. ഇതാണ് നമ്മുടെ നാരങ്ങ അച്ചാറിന്റെ ഫൈനൽ ലുക്ക്. നമ്മൾ ഈന്തപ്പഴവും കൂടെ ചേർത്തപ്പോഴത്തേക്ക് നല്ല മധുരവും പുളിയും കൂടെ ചേർന്ന് കൊള്ളാം. അപ്പൊ ഏകദേശം
നമ്മുടെ തൈര് പച്ചടി റെഡി ആയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടാക്കുക, തിളച്ച് പോകരുത് കേട്ടോ. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയിട്ട് നല്ല തണുപ്പിച്ചിട്ട് തണുത്തിട്ട് നമുക്ക് ഒന്ന് കൂട്ടി നോക്കാം. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. ലാസ്റ്റിലാണ് കേട്ടോ അതിൻ്റെ ഉപ്പൊക്കെ ഇടുന്നത്. ജസ്റ്റ് നമ്മുടെ ആ ഒരു ഇഞ്ചിയുടെ ആ ഒരു ഇതും എല്ലാം കൂടെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ ഒരു ലെവലായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ തൈര് പച്ചടി. പാപ്പു കുട്ടായി ഇഞ്ചി പച്ചടി വരട്ടെ. പാപ്പുനെ വരട്ടെ. റെഡിയാണോ ടേസ്റ്റ് ചെയ്യാൻ? അപ്പം നമ്മള് പാപ്പുവിന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. പറയണേ എങ്ങനെയുണ്ടത് കേട്ടോ. കൈ കാണിക്കുക. അങ്ങനെയാണോ? അങ്ങനെയാണോ? നമ്മൾ കൈ മേടിക്കേ. കൈ മേടിക്കും അണ്ണ. കൈ നീട്ട്. ആ മറ്റേ കൈ. അങ്ങനെ റെഡി. കൈ നീട്ട്. വായി വേണോ? നല്ല ഉണ്ടോ? എന്തുണ്ടെന്ന് ഇഷ്ടപ്പെട്ടോ? സൂപ്പറാ. ഓക്കെ, ഇനിയും വേണോ? തരാം. പച്ചടി തരട്ടെ പാപ്പ. തരട്ടെ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. കൂട്ടാക്കി ഇഷ്ടപ്പെട്ടു. കൂട്ടാക്കി ഇഷ്ടപ്പെട്ടു കേട്ടോ. പാപ്പ ബാക്കി വെച്ചോ. നാളെ ആരാ ബർത്ത്ഡേയാ? ആണോ? മമ്മിയുടെ ബർത്ത്ഡേ നാളെ അല്ലേ? കുഞ്ഞിനെ വിഷ് ചെയ്തോ മമ്മി? എന്നാല് ഇപ്പൊ വിഷ് ചെയ്യും. ടുമോറോ. ഓക്കെ, ടുമോറോ നമുക്ക് ഈ വീഡിയോ ഇടാം. മോനിപ്പം ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. മമ്മി ഡ്യൂട്ടിയിലല്ലേ? മമ്മി ഡ്യൂട്ടി കഴിഞ്ഞത് വീട്ടിൽ വരും. അപ്പൊ നമ്മൾ ഉറങ്ങി കഴിഞ്ഞിട്ട് ഹാപ്പി ബർത്ത്ഡേ കഴിഞ്ഞു. ഹാപ്പി ബർത്ത്ഡേ പറയാവുന്നോ? ഇപ്പൊ മോന്ന് വിഷ് ചെയ്ത് മമ്മിക്ക് അയച്ചു കൊടുക്കാൻ വീഡിയോ. വിഷ് ചെയ്തോ. പൂ മേടിച്ചോ? ആർക്ക് കൊടുക്കാം? മമ്മിക്ക് കൊടുക്കാനോ? മമ്മിക്ക് വിഷ് ചെയ്യേ. ഇപ്പൊ വിഷ് ചെയ്തോ? മമ്മിക്ക് വീഡിയോ അയച്ചു കൊടുക്കാനാ. ഹാപ്പി ബർത്ത്ഡേ പറ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. May God bless you. May God bless you. May God bless you, Mommy. May God bless you. മമ്മിയുടെ ബർത്ത്ഡേ ആണെന്ന് അറിയാമല്ലോ അല്ലേ? മുറിക്കാം അല്ലേ? മമ്മിക്ക് കേക്ക് മുറിച്ച് കൊടുക്കാം. ഓക്കെ, മമ്മി എന്തിയെ? മമ്മിക്ക് കേക്ക് മേടിച്ചോ നിങ്ങള്? ചോക്ലേറ്റ് കേക്ക്. ഇത് എപ്പോഴാ മേടിച്ചേ? ആണോ? ഇത് നേരത്തെ നമ്മൾ മേടിച്ചതല്ലേ പൂവ്? കുട്ടായി വരുന്നോ കേക്ക് കട്ട് ചെയ്യാൻ? ഓക്കെ, പാപ്പു കട്ട് ചെയ്തോളും. നൈഫ് എടുക്കട്ടെ. മമ്മിയുടെ ബർത്ത്ഡേ അല്ലേ? ബർത്ത്ഡേ ആരെയായാലും പാപ്പു കട്ട് ചെയ്യും. അതാണ്. എനിക്ക് കട്ട് ചെയ്യാൻ ഒരു അവസരം ഇല്ല. ഓക്കെ, അപ്പൊ പാട്ട് പാടിക്കോളൂ. ചിഞ്ചുമോളെ. Happy birthday
മുറിച്ചോ? അപ്പൊ നമ്മള് കേക്ക് മുറിക്കാൻ പോവാണ്. കേക്ക് മുറിക്കാൻ പോവാണേ. കേക്ക് മുറിച്ചോ? പിടിച്ചോ. പാപ്പു മുറിച്ചോളൂ. ആ പാപ്പു മമ്മിയോടെ മുറിക്കേ. കുട്ടായി പിടിക്കണം. കുട്ടായി കണ്ടോ? കുട്ടായി ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കും. മമ്മിയെ പാട്ട് പാട് പാപ്പു. പാട്. Birthday to you, happy birthday to you, happy birthday my dear Chinjus, happy birthday to you. മമ്മിക്ക് താ. Thank you. കുട്ടായി കൊടുത്തേ. ഞാൻ കൂടെ യോഗ. ഞാൻ പാപ്പയ്ക്ക് യോഗ. മമ്മിക്ക് നോക്കട്ടെ. ശരി. പപ്പായ്ക്ക് ചേർത്ത്. അങ്ങനെ നമ്മുടെ ചിഞ്ചുമോളുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഓണത്തിനിടയ്ക്കാണ് ഈ ബർത്ത്ഡേ ഒക്കെ വന്നിരിക്കുന്നത്. അപ്പൊ നാളെ നമ്മള് തിരുവോണം സദ്യ ആഘോഷിക്കും. ഉണ്ണുന്നതായിരിക്കും. അപ്പൊ ക്രിസ്മസ് ഓണവും ബർത്ത്ഡേയും എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് നാളെ സദ്യ ഉണ്ണും. അതെ. അപ്പൊ നാളെയാണ് നമ്മുടെ ഓണപ്പരിപാടി. അപ്പം അതിനിപ്പം ഇഞ്ചിപ്പച്ചടിയായി, പുളിയിഞ്ചിയായി, അതുപോലെ നമ്മുടെ പരിപ്പേറിയായി. ഇനിയും വേണ്ടതാണ് അവിയൽ. അവിയൽ വെക്കാനുള്ള പച്ചക്കറിയാണിത്. ഇവിടെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ് പച്ചക്കറിക്ക്. പക്ഷെ അവിയലെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളിൽ ഇടണമല്ലോ. അപ്പം അതുകൊണ്ട് ഇതെല്ലാം വെച്ചിട്ട് ഒരു അവിയൽ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. ഓക്കെ. കുട്ടായി എന്നെടുക്കുക? ഓണത്തിന്റെ ഉപ്പേരി കഴിക്കുവാണോ? പാപ്പ പ്ലേ ചെയ്യുവാണോ? ഹലോ. അവിയലിനുള്ള പ്രിപ്പറേഷനിലാണ്. അവിയലിനെല്ലാം അരിഞ്ഞോണ്ടിരിക്കുന്നു. നല്ല എക്സ്പെൻസീവ് ആണെന്ന് അറിയാമല്ലോ എല്ലാ പച്ചക്കറിക്കും. അവിയൽ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാം വേണം. അതെ. ഞാൻ പിന്നെ ഇവിടെ പരിപ്പ് കറി വെച്ച് കഴിഞ്ഞു ഓൾറെഡി. പരിപ്പ് കറി റെഡിയായല്ലേ? അതെ. പിന്നെ കൂട്ടുകറി വെച്ചോണ്ടിരിക്കുന്നു. കുട്ടായി ഇവിടെ നിന്ന് എൻജോയ് ചെയ്ത് ഉപ്പേരി കഴിക്കുന്നു. പിന്നെ ഇന്നെന്തായിരുന്നു പാപ്പു നമ്മുടെ പരിപാടി? നാളെ നമ്മൾ ഓണം കുട്ടായി കറിയുന്നു. നമ്മള് മമ്മിയുടെ കേക്ക് കട്ട് ചെയ്തല്ലോ ബർത്ത്ഡേയുടെ. ഞാൻ അവനെ എടുക്കട്ടെ. അപ്പൊ നമ്മള് അവിയൽ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു വലിയ ചെമ്പെടുക്കുക. നല്ല കട്ടിയുള്ള പാത്രം എടുത്തത് നല്ലതായിരിക്കും. കാരണം ആ പച്ചക്കറി അതിനകത്തിരുന്ന് വെള്ളമില്ലാതിരുന്ന് വെന്ത് ഓക്കെ സെറ്റ് ആയിക്കോളും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചൊക്കെ കൊടുത്തു. എന്നിട്ട് പതുക്കെ നമുക്ക് ആദ്യം ഇടേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചേനയാണ്. ചേന എന്ന് പറയുന്നത് അറിയാലോ, ഇച്ചിരി വേവുള്ള സാധനമാണ്. അങ്ങനെ നമ്മൾ ചേനയൊക്കെ ഇട്ടു. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കായാണ്, അതായത് പച്ചക്ക. അങ്ങനെ നമ്മൾ ഇച്ചിരി മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇച്ചിരി കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ എന്നിട്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചേനയാണ്. ഈ ചേന ഇടുക. എല്ലാം കൂടെ ഒറ്റ തട്ടിന് ഇടരുത്, എല്ലാം ഓരോന്നിട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. ചേന ഇട്ട് കൊടുത്തു. നമ്മൾ ചേമ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ക്യാരറ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ നമ്മൾ പയർ, ഏകദേശം പിന്നെ കോവയ്ക്ക. എൻ്റെ ഈ ഒരു പരുവ് ആയിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമ്മളിനി അരപ്പ് ചേർത്തു. അരപ്പെന്ന് പറഞ്ഞാൽ തേങ്ങ, ജീരകം, അതുപോലെ മഞ്ഞപ്പൊടി എല്ലാം കൂടെ ചേർത്ത് അരച്ചതാണ് ഈ സാധനം. അതിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അടച്ചു വയ്ക്കുക. ഇളക്കണ്ട, അടച്ചു വയ്ക്കുക. ഇനി നമ്മുടെ പൈനാപ്പിൾ പച്ചടിയാണ് ലാസ്റ്റ് അംഗം. ഇതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തിരുവോണത്തിൻ്റെ സദ്യക്കുള്ള അവസാനത്തെ
മധുരക്കറിയും കൂടെ ആയി. അപ്പം ലെറ്റ് സ്റ്റാർട്ട്. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ പച്ചടിയും റെഡി ആയിട്ടുണ്ട്. നല്ല മധുരവും പുളിയും ഒക്കെയുള്ളൊരു പൈനാപ്പിൾ പച്ചടി. അങ്ങനെ തിരുവോണത്തിൻ്റെ സദ്യയുടെ അവസാനത്തെ ഡിഷായ പൈനാപ്പിൾ പച്ചടി ഇതാ തയ്യാറായിരിക്കുന്നു. ചെറുക്കനെ ഒരുക്കിയില്ലടി? അയ്യോ ഇത് ഇങ്ങോട്ട് നോക്കി. അയ്യോ ഈ പാപ്പുണ്ട് അടിപൊളിയല്ലേ? ആഹാ ശ്രീകമ്മ ഡ്രസ് ആയിട്ടേക്കുന്നത്. അവിടെ ഉണ്ടൊക്കെ ഇപ്പൊ ഉരിഞ്ഞു പോകും കേട്ടോ. ഓട്ട് പോകുന്നു. അപ്പൊ നമ്മള് പതുക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. ഫുഡൊക്കെ ആണോ? ഫുഡൊക്കെ ഉണ്ടാക്കി നമ്മൾ പതുക്കെ ടിബിച്ചാൻ്റെ വീട്ടിലോട്ട് പോവാണ്. അവിടെയാണ് നമ്മൾ ഓണം സെലിബ്രേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ചിഞ്ചുമോളെ പറ, നമ്മൾ ഹാപ്പി ഓണം, എല്ലാവർക്കും ഹാപ്പി ഓണം പറ. പാപ്പു കയറി വന്നേ. അപ്പം നമ്മൾ ഇറങ്ങുമല്ലേ ടിബിച്ചാൻ അങ്ങോട്ട്. ഫുഡൊക്കെ റെഡിയായി. എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചു. എടുത്തു. ഇച്ചായനും കുട്ടായനും സെയിം സെയിം ആണ്. മമ്മിയും ഞാനും സെയിം ആണ്. ഹാപ്പി ഓണം. ഏത് മൂഡ്? ഏത് മൂടാ? ഓണം മൂട്. ഓണം മൂട്. പപ്പടം മൂടാണ് ഇവിടെ. അല്ല സാരി മൂടാ അല്ലേ? സാരി മൂട്. വളക്കട മൂട്. എനിവേ ഹാപ്പി ഓണം എവരിബഡി. നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? ടിബിച്ചാന്റെ വീട്ടിലോട്ട് പോവാണ്. നമ്മളെ ഈ വർഷത്തെ ഓണാഘോഷം അവരുടെ വീട്ടിൽ 2025 ഓണം നമ്മൾ അവിടെ വെച്ചാണ് സെലിബ്രേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഏകദേശം നമ്മുടെ എല്ലാ ഫുഡിന്റെ എല്ലാ പ്രിപ്പറേഷനും കഴിഞ്ഞു. നമ്മളിനി അവിടെ ചെല്ലുന്നു, ഓണസദ്യ കഴിക്കുന്നു, അടിച്ചു പൊളിക്കുന്നു അല്ലേ? പാപ്പു റെഡിയാണോ ഓണസദ്യ കഴിക്കാൻ? എങ്ങോട്ടാ പോന്നെ? ഭയങ്കര ഹാപ്പിയാണല്ലേ? അതെ അതെ. കുട്ടായി മുണ്ടൊക്കെ ഉടുത്ത്. കുട്ടായിയുടെ ഔട്ട്ഫിറ്റ് സൂപ്പർ അല്ലേ? പപ്പായുടെയും കുട്ടായുടെയും സെയിം ഔട്ട്ഫിറ്റ്. സൂപ്പർ. ഏകദേശം സെയിം. നമ്മൾ ഈ പ്രാവശ്യം നാട്ടിൽ നമുക്ക് പോകാൻ പറ്റിയില്ല. അപ്പൊ നമ്മൾ ഇവിടുന്ന് തന്നെയാണ് ഞാൻ ഈ ഷർട്ട് എടുത്തല്ലേ? അതെ നമ്മൾ ഈ ഷർട്ട് ഇവിടുന്ന് തന്നെ ഓർഡർ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തക്ക സമയത്ത് ഡ്രസ് ഒക്കെ കിട്ടി. ഭയങ്കര പ്ലാനിങ് ഒക്കെ ആയിരുന്നു, പക്ഷെ അതേപടി നാട്ടിൽ നിന്നെല്ലാം നമുക്ക് വരുത്തണമെന്നൊക്കെ പ്ലാനിങ് ആയിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. പിന്നെ ഇവിടെ എല്ലാം കിട്ടുമല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അതെ. പിന്നെ ഇപ്രാവശ്യം ഈ ഓണം എന്ന് പറയുമ്പോഴത്തേക്ക് കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും അല്ലേ എല്ലാരും ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം എല്ലാരും ഉണ്ട്. ഡാഡി ഉണ്ടായിരുന്നു, മമ്മി ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മള് അതേപോലെ തന്നെ. ഇപ്രാവശ്യം നമ്മള് ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് വെച്ച് രണ്ടുപേരും ഈ ഓപ്പോസിറ്റ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഡ്യൂട്ടി ഇടയ്ക്ക് വെച്ച് നമ്മൾ ഇത്രയും കറികളും കൂട്ടാനും ഒക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ചെറിയൊരു ഇതാണ്. എന്നാലും നമ്മളത് മാനേജ് ചെയ്തു. ഇന്നലെ നൈറ്റ് ആയിരുന്നു. ജിജുമോക്ക് നൈറ്റിലായിരുന്നു ഇന്നലെ. അല്ല 2 ദിവസമായിട്ട് നൈറ്റ് ആയിരുന്നു. 2 ദിവസം നൈറ്റ് ഉണ്ടായിരുന്നു. അതിന്റെ ഒക്കെ ഇടയ്ക്ക് വെച്ച് നമ്മൾ കുക്ക് ചെയ്തു. അങ്ങനെ എല്ലാം പ്രിപ്പയർഡ് ആണ്. നമ്മളിനി പോയി സദ്യ കഴിക്കും. അപ്പൊ പിന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പൊളിക്കണം കേട്ടോ. ഇതാണ് ഇറക്കി കേട്ടോ. ഇനി നമ്മുടെ ജിജുമോള് നമ്മൾ ടിബിച്ചാന്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. പാപ്പുവേ സാരി കൊടുത്ത് പോവാന്ന് പറയുന്ന ഒരു ചെറിയ പരിപാടി അല്ല. പിള്ളേരെയൊക്കെ അതെ. എൽമായേ ഹാപ്പി ഓണം പറയൽമാ. പിന്നെ അല്ല നോക്കി കുട്ടായി നോക്കി. നമ്മള് ജിബിച്ചാന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ ഓണാഘോഷം ഇവിടെയാണ്. അടിച്ചു പൊളിക്കാൻ പോവാ അല്ലേ ജിബിച്ച? ഇങ്ങോട്ട് വന്നേ. ജിബിച്ച ജിബിച്ചേച്ചിയുടെ ഭയങ്കര കുട്ടികളാണ്. ടിബിച്ച
ഈ ഓണമായിട്ട് എന്താണ് പറയാനുള്ളത്? പറ. ഓണ സമൃദ്ധിയുടെ ഒരു എന്താ പറയാ, ഒരു ആഘോഷം. ഓക്കെ. അപ്പൊ ഈ UK-ൽ നമ്മള് ഓണം ആഘോഷിക്കുമ്പോ ചേട്ടന് മനസ്സും കൊണ്ട് എന്ത് തോന്നുന്നു? തീർച്ചയായും നമ്മുടെ നാട്ടുകാരൊക്കെ നമ്മള് മിസ് ചെയ്യണം. എങ്കിലും നമ്മുടെ ആ പൈതൃകം നിലനിർത്തിക്കൊണ്ട് മറ്റൊരു രാജ്യത്ത് നമ്മൾ ഓണം ആഘോഷിക്കുന്നു. അതാണ്. എറിക്കിന് 2 വാക്ക് പറഞ്ഞു ഓണത്തെ പറ്റി. എന്താ എറിക്കിന്റെ ഓർമ്മയില് ഒരു ഓണം പറഞ്ഞു. എറിക്കിന്റെ ഓർമ്മയിലൊരു ഓണം നാട്ടിലെ, കഴിഞ്ഞ വർഷത്തെ വേണ്ട, ഓർമ്മയിൽ എന്ന് പറഞ്ഞാൽ നാട്ടിലെ ഒരു ഓണം. ആ പറഞ്ഞു. നല്ലായിരുന്നു അല്ലേ? ചിഞ്ചുമോളെ, നിന്റെ ഓണമോ? ഉപ്പേരി കഴിച്ചോ? ഓണത്തെ പറ്റി പറയണേ ഞാൻ ചോദിക്കുന്നത്. നിന്റെ ഓർമ്മയിലൊരു ഓണം നാട്ടിലെ. ഇതൊക്കെയാണ് ഓണം. എൽമയുടെ ഓർമ്മയിലെ ഓണം പറഞ്ഞു. എൽമ നാട്ടിലെ ഒരു ഓണം. ആ, അത്രയും കൊച്ചു പറഞ്ഞു. അതിന് ഓർമ്മയുണ്ട്. ഇത് ഉപ്പേരി ഉണ്ടോ? ഞങ്ങളുടെ പള്ളിയിലെ പരിപാടിയാണ് ഏറ്റവും മിസ് ചെയ്യുന്നത് ശേഷം. നമ്മൾ അതിനോട് നമ്മൾ ആഘോഷിക്കുന്നുണ്ടല്ലോ. ബാക്കിയെല്ലാം നമ്മള് സെയിം ആണ്, ആഘോഷം ഒക്കെ സെയിം ആണ്. പക്ഷെ എനിക്ക് പള്ളിയിലെ മണി 1 ആയിട്ടുള്ളൂ കേട്ടോ. 1:30 വരെയൊക്കെ വെയിറ്റ് ചെയ്യാം. നാട്ടിലത്തെ ആഘോഷത്തെ പറ്റി പറഞ്ഞു. ചേച്ചിക്ക് എന്ത് വെച്ചു ഓണത്തെ പറ്റി പറയാം? ചേച്ചിക്ക് പ്രത്യേകിച്ച് ഓർമ്മകളൊന്നും ഇല്ല. ഞങ്ങളുടെ വായനശാലയിലെ ആഘോഷമാണ്. അതാണ് ശരിക്കും ഓണം. എല്ലാവർക്കും ആ ഒരു സന്തോഷം അതാണ്. അപ്പൊ ഈ വർഷത്തെ നമ്മൾ ഓണാഘോഷം ഇവിടെ തുടങ്ങുകയാണ്. അതെ, സദ്യയൊക്കെ വിളമ്പാൻ പോവുകയാണ്. നമ്മള് സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് ടേബിളിൽ വെച്ചു. എല്ലാം ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് എല്ലാ ഇലയിലോട്ട് ആക്കണം. ചോറ് വരുന്നുണ്ട്, അവിയല്, സാമ്പാർ, മധുരപ്പച്ചടി, കൂട്ടുകറി, പിന്നെ എല്ലാ വിവിധ തരം പച്ചടികൾ, സാമ്പാറ്. പാപ്പു റെഡിയാണോ സദ്യ കഴിക്കാൻ? സേമിയ പായസം ഉണ്ട്, അടപ്രഥമനും ഉണ്ട്. തകൃതിയായിട്ട് എല്ലാരും ഇവിടെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ, നമ്മള് ഈ പ്രാവശ്യത്തെ സദ്യക്കുള്ള എല്ലാം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. വിളമ്പലാണ് ഈ നടക്കുന്നത്. അതെ, ആ ബീട്രൂട്ട് പച്ചടി ഇലക്കകത്ത് വന്നാലേ ഒരു കളർഫുൾ ആവത്തുള്ളൂ. കുട്ടായി ഉറങ്ങിയോ? കുട്ടായി ചേട്ടൻ റെഡിയാണോ സദ്യ കഴിക്കാൻ? ചേട്ടൻ ഇങ്ങനെ ഫുൾ ഇതിൽ നിൽക്കുകയാണ്. അതെ, പാപ്പുന്റെ റെഡി ഓക്കെ ആയോ? എല്ലാം വിളമ്പിയോ? ഇത് മൊത്തം പാപ്പു കഴിക്കണം കേട്ടോ. അതെ, ഇനി വയറ് പൊട്ടിപ്പോ. പാലക്കാടിന്റെ മണ്ണിൽ ജനിച്ചു വളർന്ന് UK-യിലെത്തിയ പാലക്കാടൻ മണ്ണ. അതെ, അങ്ങനെ നമ്മൾ ചോറോടുകൂടെ നമ്മുടെ ഈ ഓണാഘോഷ പരിപാടി ആരംഭിച്ചിരിക്കുകയാണ്. നുള്ളു മതി, നുള്ളു നുള്ളു മതി. വേണോ? ഓരോന്നായിട്ട് ആദ്യം കോഴ്സ് 3 അവിടെ നിങ്ങോട്ട് 2 പവള 1 പവള ആക്കി. പച്ചമുളക് പിന്നെ അപ്പൊ പരിപ്പ് നെയ്യും പച്ചമുളക് ലാസ്റ്റ് അല്ലേ?
അല്ല, ഇനി- ചേട്ടാ പൈപ്പ് ആ പരിപ്പായി നെയ്യ് ഇവിടെ ഒന്നും കിട്ടിയില്ല, പൈപ്പ് വേണ്ട. ഇവിടെ ഒന്നും കിട്ടിയില്ല. ഓക്കെ എനിക്ക് പൈപ്പ് വേണ്ട. ആ പിടിച്ചോ ഇതുപോലെ എനിക്ക് പൈപ്പ് വേണ്ട. പൈപ്പ് വേണ്ടേ? ഓക്കെ നോ പ്രോബ്ലം. കുട്ടായി ഞാൻ നെയ്യ് കൂടെ കൈ കൊടുക്കുക. ചേട്ടാ അപ്പൊ നെയ്യ് നമ്മുടെ പരിപ്പിലുള്ള നെയ്യ് കേട്ടോ. ഓക്കെ, ശുദ്ധമായ പശുവും പാലിൽ നെയ്യെടുത്ത. എന്റെ പൊന്നച്ചോ താങ്ക് യു. എനിക്ക് നെയ്യ് വേണ്ട. സൽമാ നെയ്യ് കേട്ടോ. ഇവിടെ നെയ്യ്. മനുമായി വേഗം നീ വന്നോ. നെയ്യൊക്കെ പരിപ്പിനകത്ത് ഒഴിക്കണം. പരിപ്പ് നെയ്യ് കൂടെ പരിപ്പ് നെയ്യ് കൂടെ ഇങ്ങനെ അതിന്റെ കോമ്പിനേഷൻ ഗ്യാസ് ഉപയോഗിക്കണ എന്നാ ഇനി വേണ്ട ഇവിടെ എല്ലാവർക്കും എടുത്താലോ? എല്ലാം ഇതിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോട്ടെ, കേട്ടില്ല ഇതിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോട്ടെ, കേട്ടില്ല ഇതിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോട്ടെ. എടാ പോവാ. ഒന്ന് കുളിച്ചല്ലേ? ഒന്ന് കുളിച്ചല്ലേ? ഇനിയിപ്പോ കുളിക്കണോ? ഇനിയാണോ വിളിച്ചത്? ഒന്ന് കുളിച്ചിട്ട് വരാം. കുളിച്ച് രണ്ടെണ്ണം ആയതല്ലേ? ഒന്ന് കുളിച്ചിട്ട് വരാം. കൊണ്ടുവരട്ടെ, കേട്ടില്ല മണവാളിനെ കൊണ്ടുവരട്ടെ, കേട്ടില്ല മണവാളിനെ കൊണ്ടുവരട്ടെ. പരിപാടി ചിലപ്പോ ഇച്ചാൻ പറയുന്നത് എന്റെ നാട്ടിലെ മറ്റേ ഐസുകാരൻ വരുമായിരുന്നല്ലോ കൊട്ടിക്കൊണ്ട്. ആ ഐസാണ് ഇച്ചായ കണ്ടോ, അടിപൊളി. നമ്മൾ എത്ര പ്രായമായാലും ഐസ് വണ്ടി കാണുമ്പോ മറ്റേ ഐസ്ക്രീംകാരെ കാണുമ്പോ ഓടി ഇറങ്ങുന്നത്. ഈ വർഷത്തെ ഓണാഘോഷ പരിപാടി അസോസിയേഷന്റെ പരിപാടിയോടെ നമ്മള് നിർത്തിയില്ല. ഇനി ഞങ്ങളുടെ വാർഡിന്റെ പരിപാടിയുണ്ട്. അപ്പം ചിച്ചുപോളെ ഇന്നത്തെ നമ്മുടെ ഓണാഘോഷ പരിപാടി നമ്മൾ ഇന്നലെ ഓണം ആഘോഷിച്ചു. ചിപ്പിച്ചാന്റെ വീട്ടിൽ നമ്മൾ ലേറ്റ് ആയിട്ടാണ് വന്നത്, അതുകൊണ്ട് നമുക്കത് ബൈ പറയാൻ പറ്റിയില്ല. നമ്മൾ ഇന്ന് പിന്നെ നമ്മുടെ അസോസിയേഷൻ ഓണപ്പരിപാടി ഉണ്ടായിരുന്നു, അതിന് പോയിട്ട് സദ്യയൊക്കെ കഴിച്ച് തിരിച്ചു വന്നോണ്ടിരിക്കുക. ഇനിയും വീട്ടിൽ പോകും, അത്രേ ഉള്ളൂ. അതെ അതെ, ഇന്നത്തെ പരിപാടി നല്ലായിരുന്നു അല്ലേ? സൂപ്പർ ആയിരുന്നു, അടിപൊളി. പക്ഷെ പരിപാടി ഒന്നും കാണാൻ നിന്ന സമയമില്ല, പിള്ളേരെ കൊണ്ടൊക്കെ ഭയങ്കര പാടാന്നേ. കുട്ടായി ചെറുതായിട്ടൊക്കെ സീനായി തുടങ്ങിയായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മള് പതുക്കെ സദ്യ ഒക്കെ കഴിച്ചിട്ട് ഇങ്ങനെ വീട്ടിലോട്ട് പോവാണ്. അപ്പം അത്രേ ഉള്ളൂ. ഇനിയിപ്പം വാർഡിന്റെ പരിപാടി മാത്രമേ ഉള്ളൂ, ഓണം. അങ്ങനെ ഞങ്ങള് വീട്ടിലോട്ട് പോയാണ്. അപ്പം സന്ധ്യക്കും വരക്കും വരെ വണക്കം. വണക്കം.